മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് 25 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാ. ചോദ്യം 1. യോഹന്നാൻ സ്നാപകൻ എവിടെയാണ് പ്രസംഗിച്ചിരുന്നത്? ഉത്തരം: യോർദാന്റെ സമീപത്തുള്ള മരുഭൂമിയിൽ. ചോദ്യം 2. യോഹന്നാൻ സ്നാപകൻ എന്തു പ്രസംഗിച്ചു? ഉത്തരം: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. ചോദ്യം 3. യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു? ഉത്തരം: ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, അരയിൽ തോൽപ്പട്ട. ചോദ്യം 4. യോഹന്നാൻ സ്നാപകന്റെ ഭക്ഷണം എന്തായിരുന്നു? ഉത്തരം: വെട്ടുക്കിളിയും കാട്ടുതേനും. ചോദ്യം 5. യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് ആരൊക്കെ വന്നു? ഉത്തരം: ജെറുസലേമിൽ നിന്നും യൂദയ മുഴുവനിൽ നിന്നും യോർദാന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ. ചോദ്യം 6. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആളുകൾ എവിടെയാണ് സ്നാനം സ്വീകരിച്ചത്? ഉത്തരം: യോർദാൻ നദിയിൽ. ചോദ്യം 7. യോഹന്നാൻ സ്നാപകൻ ആരെയൊക്കെ ശകാരിച്ചു? ഉത്തരം: പരീശന്മാരെയും സദുക്കായരെയും. ചോദ്യം 8. യോഹന്നാൻ സ്നാപകൻ അവരെ എന്താണ് വിളിച്ചത്? ഉത്തരം: സർപ്പസന്തതികളെ. ചോദ്യം 9. വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു? ഉത്തരം: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ചോദ്യം 10. മഴു എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഉത്തരം: മരങ്ങളുടെ വേരിന് അടുത്ത്. ചോദ്യം 11. നല്ല ഫലം കായ്ക്കാത്ത മരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഉത്തരം: അവ വെട്ടി തീയിൽ എറിയപ്പെടും. ചോദ്യം 12. യോഹന്നാൻ സ്നാപകൻ വെള്ളം കൊണ്ട് സ്നാനം നൽകിയത് ആർക്കാണ്? ഉത്തരം: തങ്ങളെ സമീപിച്ചവർക്ക്. ചോദ്യം 13. യോഹന്നാൻ സ്നാപകനേക്കാൾ ശക്തനായി വരുന്നത് ആരാണ്? ഉത്തരം: യേശു. ചോദ്യം 14. യേശു എന്തുകൊണ്ടാണ് സ്നാനം നൽകുന്നത്? ഉത്തരം: പരിശുദ്ധാത്മാവിനാലും തീയാലും. ചോദ്യം 15. യേശുവിന്റെ കയ്യിൽ എന്താണുള്ളത്? ഉത്തരം: മുറം. ചോദ്യം 16. യേശു എന്താണ് വെടിപ്പാക്കുന്നത്? ഉത്തരം: കളം. ചോദ്യം 17. യേശു ഗോതമ്പ് എവിടെയാണ് സംഭരിക്കുന്നത്? ഉത്തരം: കളപ്പുരയിൽ. ചോദ്യം 18. പതിര് എവിടെയാണ് എറിയപ്പെടുന്നത്? ഉത്തരം: കെടാത്ത തീയിൽ. ചോദ്യം 19. യേശു എവിടെ നിന്നാണ് സ്നാനം സ്വീകരിക്കാൻ വന്നത്? ഉത്തരം: ഗലീലയിൽ നിന്ന്. ചോദ്യം 20. യേശുവിനെ സ്നാനം കഴിപ്പിക്കാൻ യോഹന്നാൻ സ്നാപകൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട്? ഉത്തരം: തനിക്ക് യേശുവിനാൽ സ്നാനം ഏൽക്കേണ്ടിയിരിക്കുന്നു എന്ന് കരുതി. ചോദ്യം 21. യേശു യോഹന്നാൻ സ്നാപകനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇപ്പോൾ സമ്മതിക്കുക, ദൈവഹിതം പൂർത്തിയാക്കുക ഉചിതമാണല്ലോ. ചോദ്യം 22. സ്നാനം കഴിഞ്ഞയുടനെ യേശു എവിടെ നിന്ന് കയറി? ഉത്തരം: വെള്ളത്തിൽ നിന്ന്. ചോദ്യം 23. സ്നാനം കഴിഞ്ഞപ്പോൾ യേശുവിനു വേണ്ടി സ്വർഗം തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ചോദ്യം 24. സ്വർഗത്തിൽ നിന്ന് എന്ത് ശബ്ദമാണ് കേട്ടത്? ഉത്തരം: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ചോദ്യം 25. യേശുവിന്റെ സ്നാനം എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം: പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന്റെയും ദൈവവുമായുള്ള പുതിയ ബന്ധത്തിന്റെയും പ്രതീകം.